ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു പഴഞ്ഞുറുക്ക് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 3 നേന്ത്രപ്പഴം റൗണ്ടിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിലുള്ള തേങ്ങ ചിരകിയത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കൊടുക്കുവാണ്. ശർക്കര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം നെയ്യിലൊന്ന് വറുത്തെടുക്കാമേ. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ നന്നായിട്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട് അടിയിൽ. 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ. ഈ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ശർക്കര പാനി ചേർത്ത് കൊടുക്കാമേ. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കാമേ. ഞാൻ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കാമേ. ഇതിൻ്റെ ശർക്കര പാനിയെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. എടുത്ത് വെച്ചിട്ട് തേങ്ങ ഇതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് പഴവേ ചിലപ്പോൾ അങ്ങ് ഉടഞ്ഞു പോവേ. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ശർക്കരയൊക്കെ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മുടെ പഴഞ്ഞുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എന്താ പറയുക, ഇതിന് പറയാൻ പറ്റാത്തതൊക്കെ ടേസ്റ്റാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.